ഹരേ കൃഷ്ണ. രാശിചക്രത്തിലെ 11ാമത്തെ രാശിയായ കുംഭം രാശിക്കാർക്ക് 2026 സെപ്റ്റംബർ മാസത്തിൽ നവഗ്രഹങ്ങളുടെ പ്ലേസ്മെന്റും അതിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്ന ഫലങ്ങളും എന്താണെന്ന് നോക്കാം. ഈ പ്രവചനം ജന്മരാശി ചന്ദ്രരാശിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള സാമാന്യ ഫലങ്ങളാണ്. ഷോർട്സ് വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനലിൽ വിശദമായിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആയിട്ടുണ്ട്, ദയവായി കാണുക. വീഡിയോയുടെ അവസാനം നിങ്ങൾ ചെയ്യേണ്ട വേദിക അസ്ട്രോളജി അനുസരിച്ചുള്ള ഉപായങ്ങൾ പറയുന്നതായിരിക്കും, തീർച്ചയായും കാണുക. കുംഭം രാശിയുടെ രാശി അധിപൻ ശനിദേവാണ്. അവിട്ടത്തിന്റെ 3-4 പാദങ്ങൾ, ചതയം പൂരുരുട്ടാതിയുടെ 1, 2, 3 പാദങ്ങൾ അടങ്ങിയ നക്ഷത്രങ്ങളാണ് കുംഭം രാശിയിൽ ഉൾപ്പെടുന്നത്. ഈ മാസത്തെ ഗ്രഹനില നോക്കാം. 1-ാം ഭാവത്ത് രാഹു, 2-ൽ ശനി, വക്രശനി, അത് 7ര ശനിയുടെ 3rd ഫേസ്, അതായത് അവസാന ഘട്ടം നടക്കുന്നു. 5-ാം ഭാവത്തിൽ ചൊവ്വ, 6-ൽ വ്യാഴം, 7-ൽ സൂര്യൻ, കേതു, ബുധൻ, 8-ൽ ശുക്രനുമാണ്. ഈ മാസം രാശി പരിവർത്തനം ചെയ്യുന്ന ഗ്രഹങ്ങൾ 3 സെപ്റ്റംബറിന് ശുക്രനും, 7 സെപ്റ്റംബറിന് ബുധനും, 17 സെപ്റ്റംബറിന് സൂര്യനും, 19 സെപ്റ്റംബറിന് ചൊവ്വയുമാണ് രാശി പരിവർത്തനം ചെയ്യുന്ന ഗ്രഹങ്ങൾ. ഈ ഗ്രഹസ്ഥിതികൾ അനുസരിച്ച് കുംഭം രാശിക്കാർക്ക് ഈ മാസം നിങ്ങളുടെ ആരോഗ്യം, ശിക്ഷ, സ്നേഹബന്ധം, ദാമ്പത്യം, ഭാഗ്യം, കരിയർ, ബിസിനസ് എല്ലാം എങ്ങനെയായിരിക്കും? ഈ മാസം നിങ്ങളുടെ ആരോഗ്യം എങ്ങനെയെന്ന് നോക്കാം. സെപ്റ്റംബർ 6 വരെ ചെറിയ രീതിയിലുള്ള ഉദര രോഗത്തിനും അതുപോലെ തന്നെ ജോയിൻസ് പെയിനും ഒക്കെ സാധ്യതയുണ്ട്. പക്ഷേ സെപ്റ്റംബർ 7-ന് ശേഷം കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിരുന്ന ത്രോട്ട് ഇൻഫെക്ഷൻ, അതുപോലെ തന്നെ ഡെന്റൽ ഇഷ്യൂസൊക്കെ മാറിക്കിട്ടുന്നതായി, ഒരു ബെറ്റർ ആകുന്നതായി കാണാം. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ രാഹു 1-ാം ഭാവത്തിലുണ്ട്. അനാവശ്യമായ ചിന്തകൾ, ടെൻഷൻ തീർച്ചയായും ഒഴിവാക്കണം. ശനി 2-ാം ഭാവത്തിൽ ആയതിനാൽ ഭക്ഷണശീലങ്ങളിലും എല്ലാത്തിലും ഒരു ഡിസിപ്ലിൻ തന്നെ കൊണ്ടുവരണം. വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികൾക്ക് എങ്ങനെയെന്ന് നോക്കാം. 5-ാം ഭാവമാണ് വിദ്യാഭ്യാസത്തിൻ്റെ. വിദ്യാർത്ഥികൾക്ക് ഈ മാസം പരിശ്രമം ആവശ്യപ്പെടുന്ന സമയമാണ്. ഗുരുവിൻ്റെ ശക്തമായ 6-ാം ഭാവസ്ഥിതി കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ നേരിടുന്നതിനുള്ള കഴിവ് നൽകുന്നു. എഴുതുന്നവർക്ക് നല്ല അവസരങ്ങൾ ഉണ്ടാകുകയും, പക്ഷേ ഷോർട്ട് കട്ട് അന്വേഷിക്കാതെ നല്ല തുടർച്ചയായിട്ടുള്ള ഒരു പരിശ്രമം കൊണ്ട് നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത്. ബുധൻ 8-ാം ഭാവത്തിലേക്ക് മാറിയ ശേഷം പഠനത്തിൽ കൂടുതൽ കോൺസെൻട്രേഷൻ ആവശ്യമായി വരാം. റിസർച്ച് ഫീൽഡ്, മെഡിക്കൽ, സൈക്കോളജി, ഇൻവെസ്റ്റിഗേഷൻ, ഫിനാൻസ്, ടെക്നോളജി തുടങ്ങിയ വിഷയങ്ങളിൽ പഠിക്കുന്നവർക്ക് ആഴത്തിലുള്ള പഠനത്തിന് ഈ സ്ഥാനം, ബുധൻ്റെ ഈ സ്ഥാനം സഹായകരമാവും. ബുധൻ രാശി പരിവർത്തനം ചെയ്യുന്നത് സെപ്റ്റംബർ 7-നാണ്. അപ്പോൾ അതിനുശേഷമുള്ള സമയം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം.